ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇത് നമ്മുടെ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയതിൻ്റെ വ്ളോഗിൻ്റെ ബാലൻസാണ്. ബാലൻസ് എന്ന് പറയാൻ പറ്റത്തില്ലേ, നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മൾ കട്ട പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കവിടെ പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലായിരുന്നു. അവിടെ ഓൾറെഡി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പിള്ളേരും പറഞ്ഞു അവർക്ക് നന്നായിട്ട് വിശക്കുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഫുഡായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പറഞ്ഞു അച്ഛൻ നമുക്കെന്നാൽ പോവാം, നമുക്ക് ഒന്ന് കറങ്ങി നടന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് കയറി വരാമെന്ന് പറഞ്ഞു. പിന്നെ പിള്ളേരും അവിടെ നിന്ന് പോസ്റ്റ് ആവുകയാണല്ലോ, നമ്മളും കട്ട പോസ്റ്റാണ്. എന്നാൽ നമുക്ക് പോയേക്കാമെന്ന് പറഞ്ഞ് ഞാനും ചേട്ടായും കുട്ടികളും പിന്നെ മധുച്ചേട്ടൻ്റെ കുട്ടികളൊക്കെ കൂടെ ചുമ്മാ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയത് കേട്ടോ. ഞങ്ങൾ മൂന്നാർ ആണ് പോയത്. മൂന്നാർ ടൗൺ ഏരിയയിലേക്ക് നമ്മളങ്ങ് ഒത്തിരി ഉള്ളിലേക്ക് നമ്മൾ കയറിപ്പോയില്ല. ആ സ്റ്റാർട്ടിങ് കുറച്ച് തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് മടങ്ങി വരാമെന്ന് വിചാരിച്ചു. അവർ നോക്കുമ്പോൾ ഒരു മൂന്നാർ ട്രിപ്പുമായി സമയവും പോവും. ആദ്യം ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്നാൽ റോഡ് നീണ്ടു കിടക്കില്ല, അങ്ങ് പൊക്കോ എന്നും പറഞ്ഞങ്ങ് പോയി. പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ പിള്ളേർ മറന്നു പോയിട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനെ കൂടുതലും കണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ റീലിലൊക്കെ കണ്ടിട്ടുള്ളത് ഈ വയലറ്റ് പൂക്കളുള്ള മരം ഉണ്ടല്ലോ, അതൊത്തിരി കണ്ടു. ഞാൻ അതിൻ്റെ അടുത്ത് നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ക്യാമറ എടുത്ത് വരുമ്പോഴത്തേന് സംഭവം തീർന്നു പോകും. എന്നാലും ഞാൻ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ ഈ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിരുന്നു. ചെറിയ ചൂടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അമ്പലത്തിലിരുന്ന് മടുത്ത് ഞങ്ങൾ വന്നിരിക്കുന്ന എവിടെയാണെന്നറിയാമോ? ഞങ്ങൾ അങ്ങനെ മൂന്നാറിൽ അവിടെ പണിയാൻ മടിയതാണ് നൈസരി ചാടി. അങ്ങനെയൊന്നും പറയില്ല, അതൊന്നും അല്ല കേട്ടോ. അപ്പൊ ബാക്കി വ്യൂസ് വണ്ടി ഇരുന്ന് തന്നെ കാണിച്ചു തരാൻ കേസിന് വെയിൽ കാരണം ഞങ്ങൾ അങ്ങ് ഇറങ്ങുന്നില്ല. അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഞങ്ങൾ ആരും ഇല്ലാത്തടം നോക്കി ചാടി ഇറങ്ങും. വെള്ളച്ചാട്ടം അമ്മച്ചി ഞങ്ങൾ എങ്ങോട്ട് പോവുകയാണ് ഗൈസ്? അതേതാണ്ട് വിമാന വണ്ടി കൂടെ പോണ്ട്. ശരിയാ, ഇറങ്ങാം. ഞങ്ങൾ ഏതോ വെള്ളച്ചാട്ടം കാണാൻ ഇറങ്ങിയതാണേ. പക്ഷെ ഗൈസ് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു. ഇവിടെ പാറ മാത്രമല്ല, അത് ഒന്നുമില്ല. പാറയിലാണെങ്കിൽ മൊത്തം പച്ചപ്പ്. അപ്പം പിന്നെ ചുമ്മാ തേയിലത്തോട്ടത്തിൽ കൂടെ ഒക്കെ കറങ്ങി നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്നാണേലും വന്നല്ലേ, അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണാമല്ലോ. സൂപ്പർ വ്യൂ കേട്ടോ, ഒരു രക്ഷയില്ല. പക്ഷേ മൂന്നാറാണേലും നല്ല ചൂടാണ്. മൂന്നാർ കറൻ്റ് നമ്മൾ മൂന്നാർ എത്തിയിട്ടില്ല, ഇവിടുന്ന് കുറച്ചുകൂടെ പോകണം. പക്ഷെ ഞങ്ങൾ ഇവിടം വരെ വരുന്നുള്ളൂ, മൂന്നാറിലേക്ക് പോകുന്നില്ല. ഇതിലൂടെയൊക്കെ ചുമ്മാ ചുറ്റി കറങ്ങി കിടന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകും. ഇപ്പം എവരയിലൂടെ കറങ്ങി നടക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞ വാട്ടർഫോൾസ് ഉണ്ടല്ലോ, ഇതാണേ. അയ്യോ, വെള്ളമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോയില്ല. കണ്ടോ, അതുപോലെ വറ്റി വരണ്ട് നിൽക്കുക. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് തേയിലത്തോട്ടത്തിനകത്ത് ഇറങ്ങാൻ പോവാണേ. അപ്പോൾ കാട്ടിത്തരാം. വീടില്ലേ അപ്പോ
ചേട്ടാ ഇതേ പോണം. ചെടി വാ. അയ്യോ എല്ലാരും ഓരോ വഴി കൂടെ പോണോ പറഞ്ഞില്ല. ഭൂമി ഉരുണ്ടല്ലേ എവിടെ വെച്ച് കാണാൻ. ടാറ്റാ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ തേയിലയുടെ ഇല. പ്രത്യേകിച്ച് മണമൊന്നുമില്ലേ, പക്ഷേ നല്ല സൂപ്പർ വ്യൂ. അപ്പൂസേ എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടില്ല? അതുകൊണ്ട് യെസ് ഗൈസ്, അപ്പോൾ ഇവിടുത്തെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. ഇനി തിരിച്ചു പോവും. ആര്? ഇപ്പോൾ നമ്മളിവിടെ ഒരു വ്യൂ പോയിന്റിൽ വന്നേക്കാണ്. അവിടെ ഇതാ കാഴ്ചയുള്ളൂ. മൂന്നാറല്ലേ, വലിയ ചൂടൊന്നും കാണത്തില്ല, അത്യാവശ്യം നല്ല തണുപ്പായിരിക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇവിടുത്തെ അത്രയും ചൂടില്ല, എന്നാലും നല്ല രീതിയിൽ ചൂടുണ്ടായിരുന്നു. ഇത്രയും ചൂട് ഞാൻ നമ്മുടെ മൂന്നാറിൽ പ്രതീക്ഷിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മഞ്ഞും ഒന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ ഭംഗി എനിക്ക് തോന്നില്ല. കാരണം നമ്മൾ ആ മഞ്ഞ് ആ തണുപ്പൊക്കെ ആയിട്ട് മൂന്നാറിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു രസമുള്ളത്. പിന്നെ ആ ട്രെയിനിൻ്റെ എൻജിൻ പോലെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വ്യൂ പോയിൻ്റാണ്. നമ്മൾ നിൽക്കുന്നൊരു വ്യൂ പോയിൻറ്റിലാണ്. നമ്മൾ മൂന്നാർ കയറി വരുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം. കാരണം ഞങ്ങളെപ്പോൾ അവിടെ ചെന്നാലും ഈ വ്യൂ പോയിൻറ്റിന് അവിടെ മാത്രം ഭയങ്കര തിരക്കാണ്. പക്ഷേ ഇതിന് മാത്രം വലിയ ഇതൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ ആ മഞ്ഞൊക്കെ ഉള്ള ടൈമിലാണെങ്കിൽ കാണാൻ സൂപ്പറാണ് കേട്ടോ. ഇതിനുള്ളിൽ നമുക്ക് കയറി നിൽക്കാം. അവർ പറഞ്ഞതനുസരിച്ച് കുട്ടികൾക്ക് പൈസ വേണ്ട, വലിയവർക്കാണെങ്കിൽ ഒരാൾക്ക് 30 രൂപ. അത് എത്ര മണിക്കൂർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. നമ്മൾ പിന്നെ ടൂറായിട്ടൊന്നും പോകാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കയറിയില്ല. പിന്നെ നമുക്ക് വെയിലൊന്നും കൊള്ളാതെ അതിൻ്റെ മണ്ട കയറി നിൽക്കാം. പിന്നെ അവരായിട്ട് തന്നെ ഫോട്ടോ എടുത്തു തരും, അപ്പം തന്നെ നമ്മുടെ കയ്യിൽ കിട്ടും. പിന്നെ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഈ കാണുന്ന ചെറിയൊരു ടീ ഷോപ്പാണ് കേട്ടോ. അത് ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ അത് മോഡൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്, നമ്മൾ KSRTC ഒക്കെ ബസ്സിൻ്റെ ആ ഒരു രീതിയിലാണ്. അവിടെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. പിന്നെ അധിക നേരം കറങ്ങാതെ ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഇനിയൊരു വെജ് ഹോട്ടൽ കണ്ടു വെച്ചിട്ട് ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ മാക്സിമം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ടാറ്റാ.